വാ അങ്ങനെ വാ കൈയൊന്ന് വട്ടം പിടിച്ചത് വട്ടം പിടിച്ചത് സർക്കിളായിട്ട് സർക്കിൾ ഒരു വലിയ സർക്കിൾ എല്ലാരും ചേർന്ന് ഒരു സർക്കിൾ ഓക്കെ ഇങ്ങോട്ട് നീങ്ങും ഇങ്ങോട്ട് എല്ലാരും കൈ പിടിച്ചോളൂ കൈ വീഴുന്നത് ഇപ്പോൾ അകത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് പോലെ പുറകോട്ട് തിരിയണം പക്ഷെ ഇതേപോലെ തന്നെ ആയിരിക്കണം കൈ തിരിയുമ്പോൾ വളഞ്ഞു തിരിയാൻ പാടില്ല റെഡി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ തിരിഞ്ഞോ പുറകോട്ട് തിരിഞ്ഞോ പുറകോട്ട് തിരിയണം തിരിഞ്ഞോ പോരാ ഒന്നോടെ ട്രൈ ചെയ്യൂ ഒന്നോടെ ആലോചിക്കൂ കൈ വിടാൻ പാടില്ല ഒന്നോടെ ആലോചിക്കുക അതുപോലെ കൈ പെടുന്നില്ല കൂട്ടപ്പെടുന്നില്ല എന്ത് ചെയ്യണം ഒരാൾ ചർച്ച പറഞ്ഞു കൊടുത്തോട്ടോ ഒന്ന് ശ്രമിച്ചു റെഡി പോട്ടെ തിരിയോ 1 2 3 നോട്ടെ അപ്പൊ കൈ ആകെ ഇതായില്ല പറഞ്ഞല്ലോ എങ്ങനെ വേണ്ടേ കൈ പിടിക്കാൻ പാടില്ലല്ലോ കൈ ആദ്യം നിന്ന പോലെ തന്നെ ഒന്ന് ശ്രമിച്ചോളൂ പറഞ്ഞു അകത്ത് പിടിക്കുന്ന കൈ ഇങ്ങനെ എടുത്തപ്പോൾ അങ്ങനെ പൊക്കാം കൈ പൊക്കിക്കാൻ പോകുന്നുണ്ട് എന്നിട്ട് നമ്മൾ തിരിയുമ്പോ ഒരാളുടെ അകത്ത് അപ്പൊ മൊത്തം കൂട്ടി പഠിച്ചു എന്നെ കൂടെ ഉൾപ്പെടുത്തു ഞങ്ങൾ തിരിയാൻ പോകട്ടോ വരൂ ഒരാൾ വരും കൈ വിടരുത് വാ കൈ പിടിച്ചോണ്ട് പോരെ ഇത് അടിയോടെ പോരെ കൈ പിടിച്ചോണ്ട് വാ എന്താ ആക്ച്വലി ഇവിടെ സംഭവിച്ചത് ആർക്കറിയാം എല്ലാം പെട്ടെന്നായിരുന്നു ആർക്കും ഒന്നും പറയാൻ ഞാൻ എന്തിനാ പിന്നെ ഒരു മത്സരം നടത്തിയത് എന്തിനാ ഒരു അഭിപ്രായം പറഞ്ഞൂടെ എന്തിനായിരിക്കും എന്ത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും നേടാൻ കഴിയും കയ്യടി കൊടുത്തേ പല്ലിനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കല്ലേ പറ ഈ ഗെയിമിൽ നിന്നും നമ്മൾ എന്ത് പഠിച്ചു പറയും ശ്രമിച്ചു കഴിഞ്ഞാൽ there is a possibility in every impossibility വേറെ എന്ത് വേറെ ഒന്നുമില്ല എന്തെങ്കിലും പറഞ്ഞൂടെ എന്താ നമുക്കും നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം വേണം നമ്മൾ കൂട്ടായിട്ട് പരിശ്രമിക്കണം ആദ്യം അവരെന്ത് ചെയ്യുന്നറിയോ ആദ്യം അവരുടെ സ്വന്തം ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്തു അവസാനം അങ്ങനെയായിരിക്കും അതിനുശേഷം അവർ വട്ടം കൂടി ആലോചിക്കും കൈ പൊക്കിയിട്ട് ഇങ്ങനെ ചെയ്തു അതും ചെയ്തില്ല ചീറ്റിപ്പിച്ചു പിന്നെ കുറച്ച് പേര് ഇവിടെ നിന്ന് ഭയങ്കര ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ അവർക്ക് അറിയാൻ പാടുള്ള ബുദ്ധിമുട്ട് കൈ പിടിക്കുകയാണ് അവർക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ പോലെ മൂന്നാമതും ശ്രമിച്ചു നടന്നില്ല അവസാനം സംഗതി ഇങ്ങനെ നടന്നേ ഞാനിവിടെ നിങ്ങളുടെ കൂടെ കൂടി നിങ്ങളോടൊരു മാർഗം പറഞ്ഞു നമ്മൾ തിരിഞ്ഞു ശരി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല ആദ്യം സ്വയം ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും കാരണം അവസാനം കോളാവും 12 മിസ് കോൾ ചെയ്യും ഒരു ചെറുക്കട്ട മൊബൈലില്ല എനിക്ക് തിരിച്ചു വിചാരിക്കാൻ പറ്റും ചെറുക്കണമെന്ന് തോന്നുന്നു രാത്രി വരുന്നു പകല് വരുന്നു കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സാറേ ഒരു ദിവസം ഞാൻ തിരിച്ചു വിളിച്ചതോടുകൂടി പിന്നെ എനിക്ക് സംസാരിക്കണം തോന്നുന്നു വീണ്ടും ഞാൻ സംസാരിച്ചു 12ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയെന്ന് പറഞ്ഞാട്ടോ ഇവിടെ അടുത്ത സ്കൂള് തിരിച്ച് സംസാരിച്ചു അപ്പൊ അവൻ ഇങ്ങോട്ട് സംസാരിച്ചു അവന്റെ നല്ല ഹിന്ദി അറിയാം മലയാളം അറിയാം നല്ല രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാറേ അപ്പൊ ഞങ്ങൾ രാത്രി സംസാരിച്ചു കാണണമെന്ന് പറഞ്ഞു കാണാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്ന് ഒരു ദിവസം എന്റെ ജനലിൽ വന്ന് തട്ടി രാത്രി
അന്ന് ഞാൻ ശരിക്കും പേടിച്ചു പോയി സാറേ. പിന്നെ അന്ന് ഞാൻ വാതിലും തുറന്നു കൊടുത്തില്ല, അതൊന്നും സംഭവിച്ചില്ല. എനിക്ക് പേടിയില്ലായിരുന്നു. വീണ്ടും അവൻ വിളിച്ചു, ഞങ്ങൾ അടുപ്പത്തിലായി, ഫോൺ വഴി അടുപ്പത്തിലായി, നേരിട്ട് കാണാൻ സാധിച്ചില്ല. ഒരു സുപ്രഭാതത്തിൽ പോലീസ് വീട്ടിലേക്ക് കയറി വരിക. അപ്പനോടും അമ്മയോടും സംസാരിച്ച് ഈ കുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഗമണ്ണില് തീവ്രവാദി പരിശീലന ക്യാമ്പിലേക്ക് വന്ന ജമ്മു ആൻഡ് കാശ്മീർ സ്വദേശിയായ മലയാളി അറിയാവുന്ന ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ രാത്രി പല പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ട്. ഇവരുടെ കാമുകൻ, സോക്കോൾഡ് കാമുകൻ. ആലോചിക്കും, ഒരു മിസ് കോളിന് മറുപടി കൊടുത്ത 1.5 മാസം കൂടെ ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കയറി. ഇവിടെ തൊട്ടടുത്ത സ്കൂളാണ്, ഇവിടെ ഒരു 4 കിലോമീറ്റർ ചുറ്റളവേ ഉള്ളൂ. ആ കുട്ടി പഠിക്കുന്ന 12ാം ക്ലാസ്സിലാണ്. പോലീസ് സ്റ്റേഷനിൽ പ്രതിയായി കേസിൽ. തീവ്രവാദ പരിശീലനത്തിലെ പ്രതി, സിമി സംഘടനയുടെ വനിതാ ചാവേർ അംഗം, ബോംബ് ഉൽപാദനത്തിന് ഇന്റർനെറ്റ് വിവരങ്ങൾ കൊടുക്കുന്ന വ്യക്തി, ജമ്മു ആൻഡ് കാശ്മീർ സ്വദേശി, എല്ലാ സഹായം കൊടുക്കുന്ന പെൺകുട്ടി, സ്കൂൾ വിദ്യാർത്ഥിനിയാണെങ്കിലും അവളുടെ മനസ്സിൽ റിബൽ വളരുന്നു. എന്തൊക്കെയാ പോലീസ് റിപ്പോർട്ട്, ഇവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു മിസ് കോൾ മറുപടി വിടുന്നു. നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മിസ് കോൾ കണ്ട് 4 പേരെ തിരിച്ചു വിളിക്കാൻ കഴിഞ്ഞാൽ കുടുങ്ങി പോകുന്ന ചില അവസ്ഥകളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചേരാതിരിക്കണമെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മളവരോട് പെരുമാറുന്ന രീതി നമുക്ക് ബോധ്യമാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇടപെടലുകൾ. ഹലോ, ഹായ് എന്ന് പറയും. ഒരു സൈഡ് പറഞ്ഞാൽ മതി. ആരാണ് കൂടുതൽ ശക്തിയോട് പറയുന്നത്? ഹലോ, ഹായ്. ഹലോ. ഞാൻ വഴി പറയുന്ന പോലെ നിങ്ങൾ വഴി പറയണ്ട. ഹലോ, ഒച്ച പോരല്ലോ. ഹലോ, നമ്മുടെ പ്രിയപ്പെട്ട രാജാവിന്റെ മകൾക്ക് കല്യാണം നിശ്ചയിച്ചു. സുന്ദരിയും സുമുഖിയും സുശീലയുമായ നമ്മുടെ രാജകുമാരിക്ക് ഒരു ഭർത്താവിനെ വേണം. രാജകുടുംബാംഗങ്ങൾ ആരും വേണ്ട. ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ യുവാക്കളെ വേണ്ട രാജാക്കന്മാരെ കിട്ടി. ചെറുപ്പക്കാരായ യുവാക്കൾ ഒരാളെ എന്റെ മകൾക്ക് ഭർത്താവായിട്ട് വേണം. രാജാവ് വിളംബരം പുറപ്പെടുവിച്ചു, പ്രിയപ്പെട്ട പ്രജകളെ, എന്റെ മകൾക്ക് ഒരു വരനെ വേണം. ധൈര്യശാലിയായ ഒരാളെ മാത്രം മതി എന്റെ മകൾക്ക് ഭർത്താവായിട്ട്. അയാൾ ഒരു രാജകുമാരനാവണമെന്നില്ല.